23,000 അല്ല അതിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊരു വൻ വിജയം, ശത്രുക്കളുടെ മേലൊരു വിജയം. ഈ രോഗശാന്തി ശുശ്രൂഷ യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാണ്. ഒരാളുടെ രോഗം അങ്ങനെ ഭേദമാക്കാൻ കഴിയുമോ? ഒരിക്കലും ഒരു ഫാദറിന് അതിനുള്ള കഴിയില്ല. തട്ടിപ്പും അങ്ങനെയുള്ള വരുമ്പോഴൊക്കെ സാത്താന്യ ബന്ധനങ്ങൾ ഇപ്പോൾ വിട്ടുമാറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകല സാത്താന്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്നു. സകല സാത്താന്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ട്രോളുകൾ കിട്ടുന്നതും ആക്ഷേപങ്ങൾ കിട്ടുന്നതും അത് ശരിയാവില്ല. അമ്മക്ക് വന്നേ പേടിക്കണ്ട അമ്മ വരില്ല. മാലാഖമാർ, ഇന്ന് മാലാഖമാരെ വെച്ച് ഹീലിംഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. മാലാഖമാരെ വെച്ച് ഹീൽ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ ചില മേഖലകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏഞ്ചലിക് ഹീലിംഗ് എന്ന് പറയുന്നത് ഇല്ല. ശരിക്കും ക്രിസ്തീയ തിയോളജി അനുസരിച്ച് ജീസസ് ഈസ് എ ഒൺലി പേഴ്സൺ. ഫാദർ, അങ്ങനെയാണെങ്കിൽ സ്വർഗവും നരകവും ഉള്ളതാണോ? അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ നേരെ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗത്തിൽ ചെല്ലുന്ന ആളുകൾ ദൈവത്തിൻ്റെ അടുക്കലേക്കും നരകത്തിലേക്ക് ചെല്ലുന്ന ആളുകൾ പിന്നീട് ഭൂമിയിലേക്ക് ഇത്തരത്തെ പുനർജനിച്ചു വരികയാണോ ചെയ്യുന്നത്? അതാണ് പറഞ്ഞത്. എനിക്കത് കൃത്യമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല ഈ ചോദ്യത്തിന് ഉത്തരം. കാരണം ഇതൊരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഇല്ല. വൈ? അത് നമ്മൾ കാണുകയും ചെയ്യില്ല, അത് മനസ്സിലാക്കാനും പറ്റില്ല. ഇപ്പോൾ ബൈബിളിൽ ഇപ്പോൾ ഹിന്ദുയിസം, ഇപ്പോൾ മുസ്ലിം, ഇവരുടെ എല്ലാ മതങ്ങളും നോക്കി ദൈവത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരം? ഒരുപാട് പേരുകൾ പറയും. ഒരുപാട് പേരുകൾ. ഇപ്പോൾ ഈ ഹിന്ദുയിസത്തിൽ അഹം ബ്രഹ്മാസ്മി, തത്വമസി. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ പറയുമ്പോൾ ഞാൻ ആയിരിക്കുന്നവനാകുന്നു. ഇതൊക്കെ പേരാണ്. ഇതേ ദൈവത്തിന് പറയാൻ പറ്റുള്ളൂ. കാരണം പേര് പറഞ്ഞു കഴിയുമ്പോൾ ഹിസ് ലിമിറ്റഡ്. ഇപ്പോൾ എൻ്റെ പേര് വയ്ക്കുന്നു ഫാദർ ബോബി, കഴിഞ്ഞ്. ആ ലിമിറ്റേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ അത് ചിലപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധരുണ്ട്, മാതാവുണ്ട്, മാതാവിൻ്റെ അപ്പാരിഷൻ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കുറേ ഇൻഫോർമേഷൻ പ്രൈവറ്റ് റെവലേഷൻ എന്ന് പറയുന്നത്. ഈ മരണപ്പെട്ട ശേഷം ആത്മാക്കൾ എവിടേക്കാണ് പോകുന്നത് ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിനെന്തെങ്കിലും ഡെഫിനേഷൻ ഉണ്ടോ? ഇനി ഞാൻ പറഞ്ഞില്ല, ഇത് പാരാസൈക്കോളജിക്കലി ദെയർ ഇസ് നോ ഡെഫിനിഷൻ. പക്ഷേ ഇപ്പോൾ ഓരോ മതങ്ങളും അവരുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇതിൽ പറയുന്നത് ഒന്നുകിൽ ശുദ്ധീകരണ സ്ഥലം, അല്ലെങ്കിൽ സ്വർഗം. ഇനി അവൻ നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവനാണെങ്കിൽ നരകം. അത്രേ ഉള്ളൂ. പക്ഷേ ചില മരണത്തിലേക്ക് അടുത്ത് നിന്നിട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ, NDE, ഇവര് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിലുള്ള സത്യമാണോ? സത്യമാണോ? ഇവര് കാണുന്ന ചില തീഗോളങ്ങൾ അല്ലെങ്കിൽ തുരങ്കങ്ങൾ. തുരങ്കം. അതിന് ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഒരു എന്താണ് പറയുക, സയൻസ് തരുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. ഇനി ഇപ്പം NDE എക്സ്പീരിയൻസിലുള്ളവർ ഈ പറയുന്നൊരു കുഴൽ കാണുന്നുണ്ട്, ഒരു തുരങ്കം, ഒരു ടണൽ. ആ ടണലിൻ്റെ അറ്റത്ത് അവരുടെ ഡേറ്റിനെയാണ് കാണുന്നത്. ചിലപ്പോൾ ഈശോ ആയിരിക്കാം, ചിലർക്ക് കൃഷ്ണനായിരിക്കാം, അത് അവരുടെ ഇത് കാണുന്നു. അപ്പോൾ അതൊരു 100 പേരിൽ അത് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിൽ ഒരു 98 ഇല്ലെങ്കിൽ ഒരു 60% ആൾക്കാർ ഇത് തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സംതിങ് ഒരു തുരങ്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നീട് അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവർ വേറൊരു പോസിബിലിറ്റി പറയുന്നത്, വേറൊരു കാര്യം പറയുന്നത്, ഒരു നദിയുടെ തീരത്ത് പോയി നിൽക്കുന്നു എന്ന് പറയുന്നത്. ആ നദി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ഹിന്ദുയിസത്തിൽ വൈതരണി നദീനെ കുറിച്ച് പറയാറ്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ഇങ്ങനെ ദർ ഇസ് നോ റിട്ടേൺ. അപ്പോൾ അതും ചില ആൾക്കാർ പറയുന്നുണ്ട്, ഒരു നദിയുടെ തീരത്ത് പോയി നിൽക്കുന്നതായിട്ടുള്ള അനുഭവം, തുരങ്കത്തിൽ കൂടി പോകണമായിട്ടുള്ള അനുഭവം. ഇതൊക്കെ ഒരു ഹാലൂസിനേറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയണം എന്തെങ്കിലും ഓപ്ഷൻസ്? ഹലൂസിനേഷൻ ഞാൻ പറയാം, ഒന്ന് സൈക്കിക് ആയിട്ടുള്ളത് നമുക്ക് മാറ്റിയെടുത്താം. നോർമൽ പേഴ്സൺ ഹലൂസിനേഷൻ എന്ന് പറയുന്നത് ഇത് എൻ്റെ ഇമാജിനേഷൻ ഓൾറെഡി ഉണ്ടാകണത്. എൻ്റെ ഇമാജിനേഷൻ ഇല്ലാത്തൊരു സാധനത്തെയാണ് ഞാനിവിടെ കാണുന്നെങ്കിൽ ഹൗ ക്യാൻ വി കോൾ ഇറ്റ് ആസ് എ ഹലൂസിനേഷൻ? അവിടെയാണ് നമ്മൾ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്, അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ഞാൻ വല്ലയിടത്തൊക്കെ കണ്ടിട്ടുണ്ടാകാം, അത് തന്നെ ഞാൻ കാണുന്നു, ഹലൂസിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് ഹലൂസിനേഷൻ എനിക്ക് ആ കേസ് എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ഹലൂസിനേഷൻ ആണോ റിയലാണോ എന്ന്. ഈ സ്വർഗത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ദൈവപാദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എളുപ്പ വഴികളുണ്ട്? അത് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എളുപ്പം ഇപ്പോൾ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നാണെങ്കിൽ പോലും പെട്ടെന്ന് എത്താൻ, മോക്ഷത്തിലെത്താൻ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ? പെട്ടെന്ന് എത്തുക എന്നുള്ളത് ഒരൊറ്റ വാക്കുള്ളൂ, ലവ്. സ്നേഹിക്കുക, അത്ര മതി. സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തെത്താം. കാരണം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കൽപ്പനകൾ പാലിക്കും, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. അത് മതി മുകളിലേക്ക് എത്താൻ. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇപ്പം ഞങ്ങൾ ഈശോയാണെങ്കിലും പറയുന്നില്ല, പരസ്പരം സ്നേഹിക്ക് എന്ന് പറയാം. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കും, ഇത്രേ പറയണുള്ളൂ. അത്രയും ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലത്ത് വരവോടുകൂടി ഏറ്റവും കൂടുതൽ ട്രോളുകൾ കിട്ടുന്നൊരു കാര്യമാണ് ഈ രോഗശാന്തി ശുശ്രൂഷ. യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാണോ? ഒരാളുടെ രോഗം അങ്ങനെ ഭേദമാക്കാൻ കഴിയുമോ പ്രാർത്ഥനയിലൂടെ? അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ അങ്ങനെ നോക്കി കാണുന്നത്? രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം, ഇപ്പം ഞങ്ങളുടെ ഇതിൽ ഇപ്പം ഞാനിവിടെ നടക്കുന്നതിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു രോഗശാന്തി സംഭവിക്കുന്നത് കുംഭസ്ഥാനം എന്ന കൂതാശയിലൂടെയാണ്. വേറെ വലിയ അത്ഭുതമൊന്നുമല്ല ഞാൻ പറയുന്നത്. അവർ നമ്മൾ നമ്മുടെ തെറ്റുകൾ ഇതെല്ലാം നമുക്ക് കുറേ കുറ്റബോധങ്ങളും ഈ പാപഭാരമൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കും. ഈ സംഗതി എടുത്തു മാറ്റി കഴിയുമ്പോൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ അതായത് അങ്ങനെ ഇപ്പം എൻ്റെ ഇത് മുഴുവനും എൻ്റെ പാപത്തിൽ നിന്ന്, എൻ്റെ ഈ ഭാരത്തിൽ നിന്ന് മോചിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സുഖമില്ലേ, അതാണ് രോഗശാന്തി. ഈ ഭാരങ്ങളാണ് യഥാർത്ഥത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കി ഈ അനാവശ്യ കുറ്റബോധം, പിന്നെ ചില പാവങ്ങളിൽ അതിൻ്റെ അടിമത്തം, ഇതൊക്കെയല്ലേ. അതാണ് ഇപ്പം ഞാൻ ഒരു അച്ഛനായതുകൊണ്ട് എനിക്ക് ബൈബിൾ അടിസ്ഥാനമാക്കിയാണ് ഈശോ കൊടുക്കുന്ന ഹീലിംഗ് ഇൻ്റഗ്രൽ ഹീലിംഗ് എന്നാണ് പറയുന്നത്. ഇൻ്റഗ്രൽ ഹീലിംഗ്, അതായത് ബോഡി ആൻഡ് സോൾ. ഈശോ ചോദിക്കുന്നുണ്ട് ആദ്യം, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ, മേലിൽ പാപം ചെയ്യരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് രോഗശാന്തി കൊടുക്കുന്നത്. അല്ലാതെ വെറുതെ ജസ്റ്റ് തൊട്ട് എന്ന് മാത്രമല്ല പറയുന്നത്. ഈശോ ദൈവമാണ്, ഞങ്ങളുടെ ഇതിൽ ദൈവമാണ്, ദൈവം മനുഷ്യനായി മാറിയ വ്യക്തിയാണ് ഈശോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈശോ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുമ്പോൾ മനസ്സിനെയും ശരീരത്തെയും കൂടിയാണ് സുഖപ്പെടുത്തുന്നത്. ഈശോ ആണോ യഥാർത്ഥത്തിൽ സുഖപ്പെടുന്നത്, അതോ ഒരു ഫാദർ എന്ന നിലയിൽ? ഫാദറല്ല, ഒരിക്കലും ഒരു ഫാദറിനും അതിനുള്ള കഴിവില്ല, ഇല്ല. അവരുടെ ഉള്ളിലിരുന്ന് ഈശോ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ ചില ആളുകളെ ഇപ്പോൾ കൈകളെടുത്ത് കാണിക്കുമ്പോഴേക്കും ചില ആളുകൾ തെറിച്ചു. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ട്രോളുകൾ കിട്ടുന്നതും ആക്ഷേപങ്ങൾ കിട്ടുന്നതും അപ്പോൾ ഇതിനടുത്തേക്ക് വരുന്ന ആളുകളെ പിന്തിരിപ്പിക്കുന്നതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതായത് ഇതിൽ കുറച്ച് ഞാൻ പറയും കുറേ സൈക്കോളജിക്കൽ പ്ലേ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തട്ടിപ്പും അങ്ങനെയുള്ള വരുമ്പോഴൊക്കെ കുറേ ഇപ്പോൾ കണ്ണടച്ചിരിക്കുന്ന ഒരാളുടെ തലയിൽ കുറേ നേരം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ വീഴും, അയാൾ അതിനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കൈ കാണിക്കുമ്പോഴൊക്കെ അതിന് നമുക്കറിയാലോ മാസ് ഹിപ്നോട്ടിസ്, ആ ഒരു ഹിപ്നോട്ടിസമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല അവർ യഥാർത്ഥത്തിൽ അതാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ സംഭവിക്കും, ഞാൻ ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതല്ലാതെയും മാറാം. ഇപ്പോൾ
ഹീലിംഗ് ഞങ്ങളുടെ ഇതിൽ സംഭവിക്കുന്നത് മെയിനായിട്ട് കുംഭസാരത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായി, ഇപ്പോൾ മാതാവ് ഹീൽ ചെയ്യുന്നു, വിശുദ്ധരെ ഹീൽ ചെയ്യുന്നു. ശരിക്കും അവരിലൂടെ ഈശോ തന്നെയാണ് ഹീൽ ചെയ്യുന്നത്. ഈ പറയുന്ന പള്ളികളിലൊക്കെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആശീർവാദമൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ഹീലിംഗ് സംഭവിക്കുന്നത്. അല്ലാതെ തിരുസ്വരൂപങ്ങളെ പോയി മുത്തിക്കഴിയുമ്പോഴല്ല. യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ ഒരു എൻറ്റിറ്റീസിന്, അല്ലെങ്കിൽ ആ ഇപ്പോൾ ഈശോയാണെങ്കിലും മാതാവിനെ ആണെങ്കിലും വിളിച്ചു വരുത്തി അവിടെ ഇരുത്തിയിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ. മാതാവിനെ ഈശോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശോ എല്ലായിടത്തും ഉണ്ട്. പിന്നെ പള്ളികളിൽ ആ തിരുവോസ്തി ഉണ്ട്, അത് റിയൽ പ്രസൻസ് ആണ് ഞങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹമാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ വിശുദ്ധരൊക്കെ ഈശോയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന വ്യക്തികളാണ്, അല്ലാതെ അവർ ദൈവങ്ങളല്ല. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യങ്ങളാണ് ഈ മാലാഖമാർ. ഇന്ന് മാലാഖമാരെ വെച്ച് ഹീലിംഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. മാലാഖമാരെ വെച്ച് ഹീൽ ചെയ്യാറില്ല. ഈ ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറഞ്ഞൊരു അതൊക്കെ അതാണ് പറഞ്ഞത്. നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ ചില മേഖലകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏഞ്ചലിക് ഹീലിംഗ് എന്ന് പറയുന്നത് ഇല്ല. ശരിക്കും ക്രിസ്തീയ തിയോളജി അനുസരിച്ച് ജീസസ് ഈസ് എ ഒൺലി പേഴ്സൺ. ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളത്. മറ്റുള്ളവരിലൂടെ മാലാഖമാരിലൂടെയൊക്കെ പ്രവർത്തിക്കാം, പക്ഷേ മാലാഖമാരവിടെ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുന്നില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ, പക്ഷെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അതാണ് വ്യത്യാസം. എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്? അതാണ് പറഞ്ഞത്, മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതെന്നല്ല. നമ്മൾ ഇപ്പോൾ ദൈവത്തെ അനുഭവിക്കുന്ന പല രീതിയിൽ അനുഭവിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ ഒരു വിശുദ്ധനോട് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും എനിക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആണല്ലോ, അതേപോലെയാണ് ഇത്. ഒരു മീഡിയേറ്റർ, ദാറ്റ്സ് ഓൾ. ചിലപ്പോൾ ദൈവത്തിലേക്ക് ഈശോയിലേക്ക് ചെല്ലാനുള്ള ഒരു ഏറ്റവും അടുത്ത ഒരു മീഡിയേറ്ററായിട്ട് ഈ പള്ളിയും ഫാദറും ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു മീഡിയേറ്റർ മാത്രം, ഈശോയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള. പള്ളിയും ഫാദറും എന്ന് പറയുന്നത് ഇത് നമുക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് ഇവിടെ ദൈവത്തെ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ഒരാൾ വേണ്ടേ? ഒരു വഴി വേണമല്ലോ. എനിക്ക് മനസ്സിലാകുന്ന, എന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും വഴി കാട്ടിത്തരികയും ചെയ്യുന്ന ഒരാൾ എനിക്ക് വേണം. അതാ ബാക്കിയുള്ള ഈ ഫാദറായാലും പൂജാരി ആയാലും മുസ്ലിംസിൻ്റെ പുരോഹിതരായാലും അതൊക്കെ തന്നെ. വി റെപ്രസെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രതിനിധിയായിട്ട് നിൽക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി ഇത്ര 14 വർഷത്തോളം പഠിച്ച് അതിലേക്ക് ഇത് ഈ വൈദികനാകുക, പ്രത്യേകിച്ച് ഞങ്ങളുടെ കയ്യിൽ വൈദികനാകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. 14 വർഷം ഞങ്ങൾ പഠിക്കണം. അതായത് ഒരു 10ാം ക്ലാസ് ഇല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് തുടങ്ങണ ഇതാണ്. ഒരു 28-29 ദിവസം വരെ പഠനവും. എന്നിട്ടാണ് ഞങ്ങൾ വൈദികരാണ്. ഇത് നമ്മൾ എന്താണ് കൂടുതൽ ഇതിൽ പഠിക്കുന്നത്? തിയോളജി പഠിക്കും, ഫിലോസഫി പഠിക്കും, പിന്നെ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കും. പിന്നെ ഞങ്ങളുടെ സന്യാസ സഭയായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളുണ്ട്, അതൊക്കെ പഠിക്കും. അങ്ങനെയാണ് ഞങ്ങൾ അച്ഛനാകുന്നത്. അപ്പോൾ ഒരു വളരെ ലോങ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ട്, ഇൻക്ലൂഡിങ് സൈക്കോളജിക്കൽ. അതുമാത്രമല്ല, എല്ലാ വർഷവും ഞങ്ങൾക്കിങ്ങനെ സെലക്ഷനുണ്ട്. ഞങ്ങളെ നോക്കുന്ന ആൾക്കാർ, അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ചു വന്നിട്ട് ഞങ്ങളിനി അടുത്ത ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യണോ വേണ്ടതെന്ന് അവർ തീരുമാനിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പരിശീലനം തുടങ്ങുമ്പോൾ ഞങ്ങൾ 29 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 7 പേരുണ്ട്. അങ്ങനെ ഇനി വീണ്ടും ഇത്തരത്തിലുള്ള സെലക്ഷൻ പ്രോസസ്സ് നടന്നു? ഇല്ല, ഇനി സെലക്ഷനൊന്നുമില്ല. ഇനി അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനായല്ല, ഇത് പെർമനൻ്റ് ആണ്. അതിനപ്പുറത്തേക്ക് പുതിയ പുതിയ ഓരോ സ്ഥാനം, അത് ദൈവം വിചാരിക്കുന്ന പോലെ പല സ്ഥാനങ്ങളും വരും. മെത്രാനാണ്, കർണാനാണ്, ബിഷപ്പ്, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്.